ശ്രീമതി വാണി ദേവി നോക്കൂ, അച്ഛൻ ബിസിനസ് മുഴുവൻ നഷ്ടമായി, വിസ കാലാവധി പോലുമില്ലാതെ അനധികൃത കുടിയേറ്റക്കാരനായി എപ്പോൾ വേണമെങ്കിലും ജയിലിൽ പോകാം എന്നുള്ള നിലയിൽ സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് തിരികെ വരാനുള്ള മാർഗമില്ലാതെ അവിടെ കുടുങ്ങി കിടക്കുന്നു. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്, ആ രോഗത്തോട് പോരാടുന്നു. വീട് വിൽക്കാൻ കഴിയുന്നില്ല, ബന്ധുക്കൾ സഹായിക്കുന്നില്ല. ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ട്, പക്ഷേ ആ പെൺകുട്ടിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുന്നില്ല എന്ന അങ്ങേയറ്റം ഫ്രസ്ട്രേഷൻ നിറഞ്ഞ ഒരു പരിസരത്തിൽ 23 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് അയാളുടെ ജീവിതം ഇനി ഇല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തെ ഇങ്ങനെ അയാൾ അഡ്രസ്സ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ കേട്ടുകേൾവിയുമാകാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഇവിടെ ശാസ്ത്രീയമായി യാതൊരു റിപ്പോർട്ടും നമ്മുടെ മുമ്പിലില്ല. ഈ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഹെൽപ്ലെസ് ആയി പോയ ഒരു മനുഷ്യൻ അങ്ങേയറ്റം അക്രാമകമായി ഹിംസാത്മകമായി അതിനോട് പ്രതികരിച്ചതാകാമോ? ഇതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെയാണ്. കാര്യം ഹോപ്പ് ഒന്നിലുമില്ല. അച്ഛൻ തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് ഇല്ല. ഇത് ഊഹമാണ്, നമുക്ക് കൃത്യമായി അറിയില്ല. ഒരു ഊഹാപോഹം തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന എവിഡൻസസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെനഞ്ഞെടുക്കുന്ന, തുന്നിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥ മാത്രമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും റിലവൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം, ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് എന്നോ ഒരിക്കൽ ഈ കുട്ടിക്ക് ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഇതുപോലെ ഹോപ്പ്ലെസ് ആയതിൻ്റെ ഭാഗമായിട്ടായിരിക്കണമല്ലോ ആ കുട്ടി ആദ്യമായി ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി വരുന്ന ഒരു കുട്ടിയെ തീർച്ചയായും പിന്നീട് ഒരു ഫോളോ അപ്പും എന്തുകൊണ്ട് ആ ആത്മഹത്യയിലേക്ക് നയിച്ചു, നമ്മൾ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയുന്ന കാരണങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായ പ്രശ്നം, അല്ലെങ്കിൽ പ്രേമ നൈരാശ്യം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടക്കുന്നില്ല, അല്ലെങ്കിൽ തോറ്റുപോയി, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ പ്രതിസന്ധികൾ മാത്രമാണ് ജീവിതത്തിലെ. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊന്നുമല്ല. ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട മാനസിക വൈകല്യമുള്ള ആളായിരിക്കണം. അത് ഞാൻ പറയാൻ ആളല്ല. പ്രത്യേകിച്ച് വ്യക്തിയെ കണ്ടിട്ടില്ലാത്തടത്തോളം, ഇതിനു മുൻപ് ഒരു എൻകൗണ്ടർ ഇല്ലാത്തടത്തോളം, ഞാൻ നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്കൊരു മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എത്തിക്കലി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ആത്മഹത്യാ പ്രവണതയോ ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹാമിങ് ബിഹേവിയറോ ഒക്കെ കാണിക്കുന്ന കുട്ടികളെ നിസ്സാരവൽക്കരിച്ച്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, നിനക്ക് ഞങ്ങളോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇതില്ലാത്ത എന്ത് പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് പാരൻസ് അതിനെ മൂടി വെക്കാൻ ശ്രമിക്കാതെ കൃത്യമായ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയും ആ പ്രൊഫഷണൽ ഹെൽപ്പ് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് കൃത്യതയോടുകൂടി ഈ പ്രൊഫഷണൽസ് ഫാമിലീസിനെ കൃത്യമായി ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. പലപ്പോഴും ചികിത്സ നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ ചികിത്സ പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുക, നമ്മൾ തീരെയും ഒരു സ്ട്രെസ്സാണ് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ ഒരു സാധാരണ വ്യക്തിക്ക് പറ്റാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ സെൽഫ് ഹാമിങ്ങിന് റീസൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രതിസന്ധികളായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള കുട്ടികളുടെ മാനസിക നില പരിശോധിക്കുന്നതിനോടൊപ്പം അവരെ ലൈഫ് സ്കിൽസ് പഠിപ്പിച്ച്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിച്ച്, അത് ഒരു ഫാമിലിയുടെ മാത്രം ഉത്തരവാദിത്വമാണോ എന്ന് ചോദിച്ചാൽ മേജർ ആണെങ്കിൽ പോലും മുഴുവനായി ഒരു ഫാമിലിയിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കേസിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള ഹിസ്റ്ററി ഉണ്ടായിരുന്നപ്പോൾ ഒരു പക്ഷേ ആ കുട്ടിയെ കൂടുതൽ നമ്മൾക്ക് അവിടെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്ന് അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു ഇഷ്യൂ പിന്നീട് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമായിരുന്നിരിക്കും.